നമസ്കാരം. ഞാൻ സീമ വിനീത് നമ്മളോട് കഴിഞ്ഞ ദിവസം പങ്കുവച്ച കുറച്ച് വാക്കുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സ്വയം ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യമാവണമെന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ എടുത്ത തീരുമാനമായിരുന്നു വിവാഹം. ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം, ആരെങ്കിലും ഒപ്പം വേണം എന്ന് തോന്നി. പക്ഷേ അതൊരു തെറ്റായ തീരുമാനം ആണെന്ന് വളരെ നാളുകൾക്ക് മുമ്പാണ് തിരിച്ചറിയുന്നത്. ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ എന്നും. പക്ഷേ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു ഭയമായിരുന്നു. മറ്റുള്ളവർ എന്തു പറയും, മറ്റുള്ളവർ എങ്ങനെ ഫേസ് ചെയ്യും. പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും. ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിലായിരുന്നില്ല. അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുമ്പൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു. ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിൽ ഒരു പെരുമാറ്റം ഇനി മേലാൽ ഉണ്ടാവില്ല എന്ന വാക്കിന്മേലായിരുന്നു അന്ന് ആ പോസ്റ്റ് പിൻവലിച്ചത്. പക്ഷേ ഈ കുറഞ്ഞ കാലയളവിൽ ഒരുപാട് അനുഭവിച്ചു. ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും റെസ്പെക്റ്റും ആഗ്രഹിച്ചിരുന്നോ അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അതൊന്നും കിട്ടിയില്ല. എന്ന് മാത്രമല്ല, വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും, ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളുമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു, തിരുത്താൻ ശ്രമിച്ചു, നടന്നില്ല. ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുൻപിൽ അഭിനയിച്ചു, മാതൃകാ ദമ്പതികളായി. നമുക്ക് യാതൊരു വിലയും തരാതെ സംസാരിക്കുക, നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ വളർച്ചയെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക. ഒരു ദിവസം സന്തോഷത്തോടെ പെരുമാറും, പക്ഷേ പിറ്റേന്ന് പേടിപ്പെടുത്തുന്ന തരത്തിലാണ് സ്വഭാവം. പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നിശബ്ദത പാലിച്ചു. പക്ഷേ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് കാലങ്ങളായി. എന്റെ ദിനചര്യയും ജോലിയും മനസ്സും ശരീരവും ഒക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരുന്നത്. ജീവിതത്തിൽ ഞാൻ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, മനസമാധാനം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതത്തിൽ ഓരോന്നും ഞാൻ നേടിയെടുത്തത്. അന്നൊന്നും ആരും കൂടെ ഉണ്ടായിട്ടുമില്ല. ഇപ്പോഴും എപ്പോഴും ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സീമ വിനീത് കുറിച്ചു. സീമയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. ആർഭാടമായി നടത്തിയ ഒരു വിവാഹ നിശ്ചയവും കുറച്ച് ഫോട്ടോസും എല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു വർഷം പോലും തികയും മുമ്പ് അത് അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ് സീമ വിനീതിന് ഉണ്ടായിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തി മേഖലയിൽ നിന്ന് വളരെ ഉയർന്നു വന്ന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് സീമ വിനീത്. ഇനിയും ഉയരങ്ങൾ കീഴടക്കാനുള്ള ചിറകുകൾ സീമ വിനീതിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു സ്ത്രീ എന്ന നിലയിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്.